ഹലോ മക്കളെ, എല്ലാവർക്കും എക്സാം വിന്നർ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ജോബിൻ. അപ്പം മുത്തുമണികളെ, നാളെ 8ാം ക്ലാസ്സിൻ്റെ മലയാളം ഫസ്റ്റിൻ്റെ എക്സാമിലേക്ക് പോകുന്ന എൻ്റെ മക്കൾക്ക് കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടാകാൻ സാധ്യതയുണ്ടാകും. അതങ്ങ് മാറ്റിയെടുക്കാനാണ് സാർ ഇന്നത്തെ ക്ലാസ്സിൽ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് നാളത്തെ എക്സാം എന്ന് പറയുന്നത് 40 മാർക്കിൻ്റെ പരീക്ഷയാണ് അല്ലേ. നാളെ 40 മാർക്കിൻ്റെ പരീക്ഷയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. എത്ര മണിക്കൂറാണ്? 1.5 മണിക്കൂർ. അപ്പോൾ എക്സാമുകളിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങൾ ആദ്യം എക്സാമാണോ എഴുതി തുടങ്ങുക? അല്ല, നമുക്കതിനു മുൻപേ എന്തുണ്ട്? സമാശ്വാസ സമയമുണ്ട്. എന്ന് പറഞ്ഞാൽ കൂൾ ഓഫ് ടൈം ഉണ്ട്, 15 മിനിറ്റ്. അപ്പം അതിൽ കുറച്ച് നിർദ്ദേശങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് പെട്ടെന്ന് വായിച്ച് നോക്കണം. അതൊക്കെ വായിച്ച് ആ കൂൾ ഓഫ് ടൈമിൽ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ലപോലെ വായിച്ച് വേണം ബാക്കി വരുന്ന 1.5 മണിക്കൂറിൻ്റെ എക്സാമിലേക്ക് നിങ്ങൾ കടക്കാൻ. അപ്പം എന്തൊക്കെയാണ് നിങ്ങൾക്ക് നിർദ്ദേശങ്ങൾ കാണാൻ സാധിക്കുക? ആദ്യത്തെ 15 മിനിറ്റ് സമാശ്വാസ സമയമാണ്. ചോദ്യങ്ങൾ വായിക്കാനും ഉത്തരങ്ങൾ ക്രമപ്പെടുത്താനും ഈ സമയം വിനിയോഗിക്കണം അല്ലേ. ആദ്യത്തെ 15 മിനിറ്റ് നിങ്ങൾ ചാടിക്കേറിയിട്ട് എക്സാം ഹാളിൽ ഉത്തരം എഴുതാൻ നിൽക്കാൻ പാടില്ല. ഓക്കെ, ഒരു 15 മിനിറ്റ് നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻസ് ഒക്കെ അല്ല കൃത്യമായി വായിക്കുക. ഏതൊക്കെയാണ്? ഓർ ക്വസ്റ്റ്യൻ, വൺ വേർഡ് ഏതാണ്, കുറിപ്പുകൾ ഏതാണ്, ആസ്വാദനക്കുറിപ്പ്, ഉപന്യാസം, കഥാപാത്ര നിരൂപണം, ഇതൊക്കെ ഏതാണെന്നും കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു 15 മിനിറ്റാണ് നിങ്ങൾക്ക് തരിക. അതാണ് കൂൾ ഓഫ് ടൈം അല്ലേ, സമാശ്വാസ സമയം. ചോദ്യങ്ങളും നിർദ്ദേശങ്ങളും ശ്രദ്ധാപൂർവം വായിച്ച് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതാൻ നിങ്ങൾ ശ്രമിക്കണം മക്കളെ. എ അല്ലെങ്കിൽ ബി എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ഏതെങ്കിലും ഒരു ചോദ്യത്തിനും ഉത്തരം എഴുതിയാൽ മതി. ഓർ ക്വസ്റ്റ്യൻ ഉണ്ടാവും. എന്താണ് മക്കളെ? ഓർ ക്വസ്റ്റ്യൻ ഉണ്ടാവും. അത് അല്ലെങ്കിൽ ഇങ്ങനെ അല്ലെങ്കിൽ ഇന്ന് ക്വസ്റ്റ്യൻ കാണും. അതിനകത്ത് 2 ക്വസ്റ്റ്യൻ നിങ്ങൾ ഉത്തരം എഴുതാൻ നിൽക്കാൻ പാടില്ല. ഓക്കെ, ഓർ ക്വസ്റ്റ്യൻ വന്നാൽ ആ 2 ക്വസ്റ്റ്യന് നിങ്ങൾ ഉത്തരം എഴുതാൻ പാടില്ല. ഏതെങ്കിലും ഒന്ന് എഴുതുക. നിങ്ങൾ നന്നായി പഠിച്ച അല്ലെങ്കിൽ നല്ല പോലെ എഴുതാൻ നിങ്ങൾക്ക് ഉറപ്പുള്ള ഏതെങ്കിലും ഒരു ചോദ്യത്തിന് ഉത്തരം എഴുതുക. ഓർ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഉത്തരം എഴുതുമ്പോൾ സ്കോർ, സമയം എന്നിവ പരിഗണിക്കണം അല്ലേ. സ്കോറും സമയവും പരിഗണിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ സാധിക്കൂ. കാരണം എന്താണ്? ഇപ്പം 7 മാർക്കിൻ്റെ ചോദ്യം നിങ്ങൾ 2 വരി മാത്രം എഴുതി വല്ല മാർക്കും കിട്ടോ? ഇല്ല. അത് ഒരു പുറത്തിൽ കവിയാതെ ചോദ്യം ഉണ്ടാകും. അപ്പോൾ കൃത്യമായി എഴുതണം. 1 മാർക്കിൻ്റെ ചോദ്യത്തിന് കുറച്ച് സമയം മാത്രം. 2ഓ 3ഓ വാക്യത്തിൽ എഴുതുക എന്ന് പറഞ്ഞാൽ അത്ര വാക്യത്തിൽ മാത്രം എഴുതിയാൽ മതി. അല്ലാതെ ഒരു പാരഗ്രാഫ് എഴുതി വെക്കണ്ട. അതുകൊണ്ടാണ് ഉത്തരം എഴുതുമ്പോൾ സ്കോർ, സമയം എന്നിവ പരിഗണിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി നമ്മുടെ വെയിറ്റേജ് ഒക്കെ നോക്കാം, മാർക്കൊക്കെ ഒന്ന് നോക്കാം അല്ലേ. ആകെ മാർക്ക് 40 ആണ്. 40 മാർക്കിനാണ് എക്സാം ഉണ്ടാവുക. 1.5 മണിക്കൂറായിരിക്കും നിങ്ങൾക്ക് എക്സാം ഉണ്ടാവുക. 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം കഴിഞ്ഞിട്ടാണ് 1.5 മണിക്കൂർ നിങ്ങൾക്ക് എഴുതാൻ ഉണ്ടാവുക. അപ്പോൾ 1.5 മണിക്കൂർ നിങ്ങൾ കയ്യിലുണ്ടാവും. ഓക്കെ, എക്സ്ട്രാ 15 മിനിറ്റ് തരുന്നേ ഉള്ളൂ. എന്തിനു വേണ്ടി? ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടി. 1 മുതൽ 4 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതാനായിരിക്കും ആദ്യത്തെ ഭാഗം. 1 മുതൽ 4 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. അവിടെ എത്ര മാർക്ക് കിട്ടും മക്കളെ? 4 മാർക്ക് കിട്ടും. 5 മുതൽ 7 വരെയുള്ള ചോദ്യത്തിന് 3ഓ 4ഓ വാക്യത്തിൽ മാത്രം ഉത്തരം എഴുതിയാൽ മതി. 5 മുതൽ 7 വരെയുള്ള ചോദ്യത്തിന് 3ഓ 4ഓ വാക്യത്തിൽ മാത്രം, അല്ലാതെ ഒരു പാരഗ്രാഫ് എഴുതി വെക്കാൻ പാടില്ല. 3 മാർക്ക് അല്ലേ, ഒരു ക്വസ്റ്റിന് 3 മാർക്കാണ്. അങ്ങനെ 3 ക്വസ്റ്റ്യൻ ഉണ്ടാവും. 9 മാർക്ക് അവിടെ കിട്ടി. പിന്നെയോ 8 മുതൽ 11 വരെയുള്ള ചോദ്യങ്ങൾക്ക് അരപ്പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതുക. 8 മുതൽ 11 വരെ, 8, 9, 10, 11 4 ചോദ്യങ്ങൾ ഉണ്ടാകും. ആ 4 ചോദ്യങ്ങളിൽ അരപ്പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതാൻ ചോദ്യം വരും. 5 ചോദ്യം തരൂ കേട്ടോ. അതിൽ 4 മാത്രം എഴുതിയാൽ മതി. ഓർ ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ടാവും. ഓക്കെ, ഇപ്പം 4 ക്വസ്റ്റ്യന് അരപ്പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതുക. 5 മാർക്ക് വീതം. അപ്പോൾ എത്ര മാർക്ക് കിട്ടി മക്കളെ? 20 മാർക്ക് കിട്ടി. പിന്നെയോ താഴെ തന്നിരിക്കുന്ന ചോദ്യത്തിന് ഒരു പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതുക. ഒരു പുറത്തിൽ കവിയാതെ. എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് മക്കളെ. എത്രയാണ്? 7 മാർക്ക്. 7 മാർക്ക് ഇവിടെ കിട്ടും. ഓർ ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഇവിടെയും ഓർ ക്വസ്റ്റ്യൻ ഉണ്ടാവും. അല്ലെങ്കിൽ എന്ന് പറയും. ഓക്കെ, 7 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഏതെങ്കിലും 1 മാത്രം എഴുതിയാൽ മതി. ഓർ ക്വസ്റ്റ്യൻ എത്രയാണ്? 7 മാർക്ക്. ടോട്ടൽ മാർക്ക് എത്രയാണ്? 40 മാർക്കിനാണ് നിങ്ങൾക്ക് എക്സാം കാണാൻ സാധിക്കുക. 1.5 മണിക്കൂർ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ മലയാളം ഫസ്റ്റിലേക്ക് പോകുമ്പോൾ പ്രധാനമായും നമുക്ക് ചോദ്യം വരിക ഏതാണ്? 7 മാർക്കിൻ്റെ ചോദ്യങ്ങൾക്ക് 7 മാർക്കിൻ്റെ ചോദ്യം ഏതൊക്കെയായിരിക്കും മക്കളെ ഉണ്ടാവുക? ഒന്ന് ഉപന്യാസം അല്ലേ. ഉപന്യാസം കാണാൻ സാധ്യതയുണ്ട്. പിന്നെയോ ആസ്വാദനക്കുറിപ്പ് നമുക്ക് കാണാൻ സാധ്യതയുണ്ട്. പിന്നെന്താണ് മക്കളെ? കഥാപാത്ര നിരൂപണം നമുക്ക് കാണാൻ ചാൻസ് ഇല്ലേ? ഉണ്ട്. ഇപ്പോൾ ഉപന്യാസം, ആസ്വാദനക്കുറിപ്പ്, കഥാപാത്ര നിരൂപണമായിരിക്കും നമുക്ക് 7 മാർക്ക് എന്ന് പ്രതീക്ഷിക്കാൻ സാധിക്കുക. ചിലപ്പോൾ നമുക്ക് എന്ത് കാണാൻ സാധിക്കും? പത്രവാർത്ത കാണാൻ സാധിക്കും അല്ലേ. പത്രവാർത്തയും കാണാൻ സാധിക്കും. ചിലപ്പോൾ പത്രവാർത്തയും നമുക്ക് കാണാനായി സാധിച്ചെന്ന് വരും. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ? ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതാൻ. ഓക്കെ,
അപ്പം എന്തായാലും ഉപന്യാസം, ആസ്വാദനക്കുറിപ്പ്, കഥാപാത്ര നിരൂപണം 7 മാർക്കിൻ്റെ ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഇതിലേതെങ്കിലും ഒന്ന്. പിന്നെന്താണ് മക്കളെ പ്രതീക്ഷിക്കാൻ സാധിക്കുക? എന്താണ് വിശദമാക്കുക. പിന്നെയോ എന്താണ് വ്യക്തമാക്കുക. പിന്നെന്ത് പറയാം? സ്വഅഭിപ്രായം എഴുതുക. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാകും. ഇതൊക്കെ എത്ര മാർക്കിനായിരിക്കും വരിക മക്കളെ? ഇതൊക്കെ നിങ്ങൾക്ക് വരിക 5 മാർക്കിനായിരിക്കാം. വിശദമാക്കുക, വ്യക്തമാക്കുക, സ്വഅഭിപ്രായം, ഇതൊക്കെ കുറിപ്പുകളായിട്ടുള്ള ചോദ്യങ്ങളാണ്. ഇതൊക്കെ 5 മാർക്കിന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ്. പിന്നെന്താണ് നമുക്ക് പ്രധാനമായും കാണാൻ സാധിക്കുക? നമുക്ക് നീലകണ്ഠൻ്റെ എന്ത് കാണാൻ സാധിക്കും മക്കളെ? കഥാപാത്ര നിരൂപണം ചിലപ്പോൾ വന്നെന്ന് വരാം. പിന്നെ അനുധാര കഥാപാത്ര നിരൂപണം വന്നെന്ന് വരാം അല്ലേ? നീലകണ്ഠൻ, അനുധാര എന്നീ കഥാപാത്രങ്ങൾ നമുക്ക് ചിലപ്പോൾ കാണാൻ സാധിച്ചു വരും. പിന്നെ അമ്മ എന്ന് പറയുന്ന കഥാപാത്രമില്ലേ? അമ്മയുടെ കുറിച്ചുള്ള കഥാപാത്ര നിരൂപണം, സഹനശക്തിയൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അമ്മ, തിങ്കളാഴ്ച എന്നുള്ള ദിവസത്തിലെ അമ്മ എന്ന കഥാപാത്രം. അപ്പോൾ ഈ കഥാപാത്ര നിരൂപണം ചോദിച്ചാൽ കഥാപാത്ര നിരൂപണം നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുക ഈ 3 ചോദ്യത്തിൽ നിന്നായിരിക്കും. നീലകണ്ഠനോ, അനുധാരയോ, അമ്മയോ, ഈ 3 കഥാപാത്രം ചിലപ്പോൾ കഥാപാത്ര നിരൂപണമായി നിങ്ങളെ തേടിയെത്തിയേക്കാം. അപ്പോൾ നിങ്ങൾ മറന്നു പോകരുത്, എക്സാം ഹാളിൽ പോകുമ്പോൾ പേന വേണം മക്കളെ. 1 2 അല്ല 3 പേന എടുത്തോ. പിന്നെ ട്രാൻസ്പെറൻ്റ് ആയ ഒരു വാട്ടർ ബോട്ടിൽ വേണം. പിന്നെ ഹാൾ ടിക്കറ്റ്, അത് മറന്നു പോകരുത്. ഇത് 3മായി ക്ലാസ് മുറിയിൽ ചെല്ലുക, ഉഷാറായിട്ട് എക്സാം എഴുതുക. ആസ്വാദനക്കുറിപ്പ്, ഉപന്യാസം, കഥാപാത്ര നിരൂപണം, കുറിപ്പുകളായ വിശകലനം, കുറിപ്പ്, വിശദമാക്കുക, വ്യക്തമാക്കുക, വിശദീകരിക്കുക. പിന്നെ 1 വേർഡിൻ്റെ ക്വസ്റ്റ്യൻസ് വരുമല്ലേ? 1 വേർഡ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരില്ല മക്കളെ. 1 വേർഡ് വരും. ഒറ്റ വാക്കിൽ എഴുതുക. പിന്നെയോ 2 വാക്യമാക്കുക. പിന്നെന്താണ് മക്കളെ പറയുന്നത്? പ്രസ്താവന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരും. പ്രസ്താവന തരത്തിൽ ഇപ്പോൾ കാര്യം ശരി അല്ലേ? കാര്യം ശരി, കാരണം തെറ്റ്, ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാൻ സാധിക്കില്ല മക്കളെ. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെ എത്ര മാർക്കിനായിരിക്കും മക്കളെ? 1 മാർക്കിൻ്റെ ചോദ്യം നമുക്ക് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാൻ സാധിക്കും. 3 മാർക്കിൻ്റെ ചോദ്യവും ഇത്തരത്തിൽ പ്രതീക്ഷിക്കാൻ സാധിക്കും. ഇപ്പോൾ എല്ലാവരും ഉഷാറായിട്ട് എക്സാം ഹാളിലേക്ക് ചെല്ലുക, നല്ല മാർക്ക് സ്കോർ ചെയ്യുക. ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, നിർദ്ദേശങ്ങൾ കൃത്യമായി വായിച്ച് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതാൻ പാകത്തിൽ നിങ്ങളുടെ തയ്യാറപ്പെടുത്തുക. അതുമാത്രമല്ല 7 മാർക്കിൻ്റെ ചോദ്യത്തിന് 7 മാർക്കോളം ഉത്തരം എഴുതുക. ഒരു പുറത്തിൽ കവിയാതെ അതിൽ കൂടുതൽ എഴുതരുത്. അരപ്പുറത്തിൽ കവിയാതെ എന്ന് വന്നാൽ അതിൽ കൂടുതൽ എഴുതരുത്. അതുമാത്രം മതി. കാരണം എന്താണ്? 1.5 മണിക്കൂർ മാത്രമേ കയ്യിലുള്ളൂ. 40 മാർക്കാണ്. സമയം കിട്ടിയെന്ന് വരില്ല. എല്ലാ മലയാളത്തിലെ വിദ്യാർത്ഥികളുടെ പ്രധാന പ്രശ്നമാണ്, പക്ഷേ സമയം കിട്ടുന്നില്ല എന്നത്. പോരാ മക്കളെ, പോരാ, സമയം നമുക്ക് വേണം. അതുകൊണ്ട് എല്ലാ നിർദ്ദേശങ്ങളും കൃത്യമായി വായിച്ച് എല്ലാ ചോദ്യങ്ങളും കൃത്യമായി ഉത്തരം എഴുതി നല്ല മാർക്ക് സ്കോർ ചെയ്യടാ. എല്ലാ മുത്തുമണിക്കും ഓൾ ദി ബെസ്റ്റ്. ഇറ്റ്സ് മീ ജോബിൻ ഫ്രം എക്സാമിനർ. ബൈ.